ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഫിഷ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നമുക്ക് ദശക്കട്ടിയുള്ള അധികം മുള്ളില്ലാത്ത മീനുകൾ എടുക്കട്ടെ. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അധികം മുള്ളുള്ള മീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാംസമായിട്ട് വേർതിരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമോളം മീനാണ്. ഏകദേശം നമുക്കൊരു 11 കട്ട്ലറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, അപ്പോൾ ഇത്രയും ചേർത്താണ് എടുത്തിരിക്കുന്നത്. അതിന് ശകല എണ്ണയൊന്ന് ചേർത്ത് നമുക്കൊന്ന് ചാലിച്ചെടുത്തിട്ട് ഈ മീൻ അതിലൊന്ന് പുരട്ടിയെടുക്കാം. ഇതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീനിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങണ പോലെ എടുക്കാം കേട്ടോ. എനിക്ക് അതിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. വല്ലാണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയായിപ്പോഴും മാംസത്തിന്. അപ്പം നമ്മളൊന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യില്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കണത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ആദ്യം. ഇനി നമുക്ക് കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിപ്പം ചെറിയ കിഴങ്ങാണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ കിഴങ്ങാണെങ്കിൽ ഒരു മീഡിയം സൈസ് കിളയും 3 കിഴങ്ങ് മതി കേട്ടോ. അതിൽ ശകലം ഉപ്പ് ചേർത്തൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് എണ്ണ നന്നായി ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് വീതം 2 സൈഡും ഒന്ന് നല്ലോണം വേവിച്ചെടുത്താൽ മതി. അല്ലാണ്ട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് കഷ്ണങ്ങൾ ഹാർഡായി പോവും. അപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത്രയും ആവശ്യമുള്ളൂ, അധികം നമുക്കിത് വേവിക്കണ്ട. ഇപ്പോൾ ഇതേ മാംസമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഇതേ ചെറിയ 2 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവോള, ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ പച്ചമുളക് 2 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ മല്ലിയില, കറിവേപ്പില, ഇതും ഞാൻ ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന മീൻ ഇതിൽ നിന്ന് മുള്ളൊക്കെ മാറ്റി ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മുള്ളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന, ഞാനിപ്പോൾ ചെറിയ കിഴങ്ങായത് കാരണം ഞാൻ ഒരു വിസിലടിച്ചിട്ട് അതേ ആവിയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എടുത്ത് കറക്റ്റ് പരുവായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്കൊന്ന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വല്ലാണ്ട് കരിഞ്ഞു പോകണ്ട, ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ വാട്ടിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തൊരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വേടി ഇതേ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇല്ല നിങ്ങൾക്ക് നല്ല കളറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പം നമ്മുടെ മസാലയ്ക്ക് കുറച്ചുകൂടെ നല്ല ചുവപ്പ കളർ വരും. ഇതിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലായിരിക്കും ഇരിക്കുന്നത്, വല്ലാണ്ട് നിറം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതേ ഒരു പരുവാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ
മുള്ളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന പൊടിച്ചു വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കല്, വെള്ളം ഒരു അംശം പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ മസാല എല്ലാം ഇതിലൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടിയാൽ മതി. ഇതിൻ്റെ ഒരു ഈർപ്പം മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നത്, അധികം വേവൊന്നുമില്ല. ഇനി ഇതുപോലെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാല എൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ നല്ല ടേസ്റ്റ്, നമ്മൾ എല്ലാ ഭാഗവും കഴിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് എല്ലായിടും വരണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഇതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് നല്ല പരുവത്തിനായിട്ട് നമുക്ക് കിട്ടും. ഇനി കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് മസാല ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. നന്നായിട്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ ചൂട് ഏകദേശം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഉരുട്ടി ഒരു ബൗളാക്കി വെക്കുക. അപ്പോൾ ഇത് നമുക്കിനി ചെറിയ ഉരുളകളാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഇളക്കി ഒരു ബോളിൻ്റെ രൂപത്തിലാക്കി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചപ്പാത്തി ഉരുട്ടെടുക്കത്തില്ല, അതേ മാവിൽ ഒരു ചെറിയ ഉരുളകളാക്കി ഇതേ ചെറിയൊരു ഉരുളാക്കി നന്നായിട്ടൊന്ന് ഉരുട്ടി ബോളാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇനി സൈഡുകൾ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുമ്പോഴേക്കും നല്ലൊരു റൗണ്ട് ഷേപ്പായി നമുക്ക് കിട്ടും. നമ്മൾ ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഹൈറ്റ് കുറച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ട് കിട്ടും. നമുക്ക് കട്ട്ലറ്റിൻ്റെ അതേ രീതിയിൽ നമുക്ക് കിട്ടും. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇതേ രീതിയിൽ എല്ലാ ഉരുളകളും ഇതേപോലെ കട്ട്ലറ്റിൻ്റെ അതേ രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. ചെറിയൊരു ബോളാക്കി അതിന് ശേഷം ഇങ്ങനെ കയ്യിലേക്ക് വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ സൈഡ് ഉള്ളിലേക്കൊന്ന് തിരിച്ച് അമക്കി കൊടുത്താൽ മതി. ഉള്ളിലേക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ. അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും. നമുക്ക് ചെയ്യുമ്പോൾ നല്ല പ്രാക്ടീസ് ആകുമ്പോഴത്തേന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഏകദേശം 1/4 ഭാഗം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ വേണം ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കാം. ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, ബ്രെഡ് ക്രംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ വീട്ടിൽ കോൺഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസ് മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, വല്ലാണ്ട് കട്ടകുത്തി ഇട്ട് കൊടുക്കുന്നവർ എടുക്കൽ. അപ്പോൾ നല്ല ഗ്യാപ്പ് വേണം, എന്നാലേ നമുക്കിതിങ്ങനെ മറിച്ചിടാനൊക്കെ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേ രീതിയിലൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വരും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ കട്ട്ലറ്റൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടാവും അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ മതി. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ വീട്ടിൽ വാങ്ങുമ്പോൾ മീനൊക്കെ കറി വെക്കാൻ വാങ്ങുമ്പോൾ അതിൽ നിന്ന് 2-3 പീസ് മാത്രം ഒന്ന് നീക്കി വെച്ചാൽ മതി. നീക്കി വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ആക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിൽ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതേപോലെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പം കോരി എടുക്കുമ്പോഴേക്കും നല്ല ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലധികമുള്ള എണ്ണയൊക്കെ ടിഷ്യൂ പേപ്പറിൽ പിടിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.